വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അബി അബി വ്ളോഗ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ്. വെറും കേക്കല്ല, ഒരു വെൽവെറ്റ് കേക്കാണ്. യെല്ലോ വെൽവെറ്റ് കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കാണണ്ടേ? എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒരു സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യെല്ലോ വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് തന്നെ മാറ്റാം. ഇങ്ങനെ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ വേണം ആദ്യം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് ക്രീമി പോലെ വരത്തില്ല യെല്ലോ. അതുകൊണ്ടാണ് യെല്ലോ മാറ്റുന്നത്. യെല്ലോ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതേപോലെ 2 മുട്ടയും നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 2 മുട്ടയുടെ മഞ്ഞ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. കൂടി പോകരുത്, കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പിടുന്ന എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളിതിലേക്ക് മധുരം ചേർക്കുമ്പോൾ നല്ലൊരു ബാലൻസും ചെയ്യാൻ വേണ്ടിയിട്ട് കൂടാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റ് ഇല്ലാത്തവർ വിസ്കോ ഫോർക്കോ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ മുട്ട തൻ്റെ 1 മിനിറ്റ് പോലും ആയിട്ടില്ല, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വരണം, നന്നായിട്ട് പൊന്തി വരണം. അതുവരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ മുട്ടയുടെ മഞ്ഞ വേറെ ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ ബീറ്ററിൻ്റെ ബ്ലേഡോ ഒന്നും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത്. ഉണ്ടായാലും നമ്മുടെ കേക്ക് നല്ല വിചാരിച്ച പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, അതിനകത്തേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ മഞ്ഞ ഒഴിച്ച് അത് ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലാതെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും നോക്കൂ. നമ്മൾ ആ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളിത് ആ മുട്ടയുടെ കുരു ഒന്ന് പൊട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മളിപ്പോൾ ഇത് 2 പഞ്ചസാരയാണ് കേട്ടോ. ഇത് 1/4 കപ്പും ഇത് 1/4 കപ്പുമാണ്. 1/4 കപ്പ് പഞ്ചസാര നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്യണം. മറ്റേത് നമ്മൾ വെള്ളയിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഇത് പൊടിച്ച പഞ്ചസാരയാണ്, നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാരയാണ്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചുമ്മാ ഒന്ന് കറക്കിയിട്ട് വേണം ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര മൊത്തം പറന്നു പോവും. ഇത് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇതാ നല്ലതായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. അത് 1 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. കൂടിപ്പോയാൽ ചെറിയൊരു ചുവയാണ് കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. നമ്മൾ 2 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ മഞ്ഞ ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മഞ്ഞയുടെ ഡാർക്കായിട്ടുള്ള യെല്ലോ ഇത് പോയിട്ടുണ്ട്, ആ ഒരു കളറങ്ങ് മാറിയിട്ടുണ്ട്. ഇതുവരെ ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് മറ്റേ ബീറ്റ് ചെയ്തിട്ടുള്ള വെള്ളയിലേക്ക് പോകാം. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മറ്റേ മഞ്ഞ ബീറ്റ് ചെയ്തതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് ഈ ഒരു വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മൊത്തം ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടി കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഒരു 3-4
പ്രാവശ്യമായിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ പഞ്ചസാര. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ടിയായിട്ട് എടുക്കും, നമുക്കൊരു ഫ്ലഫി ആയിട്ട് കിട്ടത്തില്ല ഈ മുട്ട. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെച്ച് ചേർത്ത് ഇടുന്നത്. നമ്മൾ ബാലൻസ് ഉള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇത് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കറക്കിയിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അതാ നല്ല നൂല് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിലേക്ക് നമ്മൾ ആദ്യം രണ്ടാമത് ബീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ മഞ്ഞയും കൂടെ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. മുട്ട നന്നായിട്ട് പൊന്തി വരും. അതുവരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിടണം. ആ ഒരു മഞ്ഞ ഒഴിച്ചപ്പോൾ ആ ഒരു കളറൊക്കെ മാറി കുറച്ചൊന്ന് വെള്ളം പോലെ ആയിട്ടിടണം. അതുവരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. ഞാൻ ഒരു 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അളന്ന് എടുത്തിട്ടുള്ളതാണ്. മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഏതായാലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഓയിൽ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. ഒരുപാടിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട പൊന്തിയത് മൊത്തം അതേപടി താന്നു പോകും. അതുകൊണ്ട് അധികം ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയേ ചെയ്യാവൂ. ഇത്രയും മതിയാവും. ആ എണ്ണ ഒന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. കൂടെ ഇട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കത്തില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 1 കപ്പ് മൈദ ഇതിലേക്ക് കുറേശ്ശെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്കൊരു സ്പാച്ചില വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബീറ്റ് വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എവിടെയും കട്ട് കെട്ടി കിടക്കും. നമ്മൾ പഞ്ചസാര ഇട്ടതുപോലെ തന്നെയാണ്, അവിടെ എവിടെയൊക്കെ കട്ട് കെട്ടി കിടക്കും. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെച്ച് ബീറ്റ് എടുക്കാം. ഞാനിപ്പം ബീറ്റ് വെച്ച് തന്നെ ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൈദ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കണമായിരുന്നു. നമ്മളത് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തപ്പം ഒന്ന് തെറിച്ചു. അത് നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ മൈദ ഇട്ടതിന് ശേഷം ഒന്ന് ആ ബീറ്റ് വെച്ച് തന്നെ ഒന്ന് കറക്കിയതിന് ചുറ്റിച്ചതിന് ശേഷം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം തെറിക്കില്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ളതും കുറേശ്ശെ വെച്ച് ഇട്ട് കൊടുക്കാം. ഒരു 3 നമ്മൾ പഞ്ചസാര ഇട്ടതുപോലെ തന്നെ 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ പോലെ പറന്നു പോകുന്നതായിരിക്കും. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ നമുക്ക് കേക്ക് ഹാർഡായി പോകും. നമ്മൾ ബാക്കിയുള്ള പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇപ്പം അതിനകത്ത് കട്ട് കിട്ടിയൊന്നും കിടക്കില്ല. എല്ലാം നന്നായിട്ട് മിക്സ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വേണം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ബാറ്ററിന്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ മൈദയുടെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അന്നേരം നമ്മൾ കുറേ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആ ഒരു ഇത് ഉണ്ടാവില്ല. കേക്ക് പൊന്തി വരില്ല, അത്ര ഹാർഡായി പോവും. അതുകൊണ്ട് തന്നെ അവസാനം നമ്മൾ പാല് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടി ബാറ്ററാണ്, കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല് ചേർക്കുന്നുണ്ട്. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ശകലം പാലൂടെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് പതഞ്ഞിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. അപ്പം നമ്മൾ ഒരു എണ്ണ എടുത്ത ഒരു ബൗളിലേക്ക് അല്പം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യെല്ലോ വെൽവെറ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മളതിലേക്ക്
കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാണ്. നമ്മൾ എന്താണ് ലെമൺ യെല്ലോ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നിറത്തിനനുസരിച്ച് മാറ്റിയെടുക്കുകയും ചെയ്യാം. നമ്മൾ ആ പാലിലേക്ക് ആ ഒരു ഫുഡ് കളർ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. എനിക്ക് ലിക്വിഡിനെക്കാട്ടിലൊക്കെ നല്ലതായിട്ട് കളർ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പൗഡർ ഫുഡ് കളർ ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കറക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പൊടി തെറിച്ച പോലെ തന്നെ ഈ വെള്ളവും തിരിക്കും. വെള്ളമല്ല, പാൽ തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബാലൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒഴിച്ചതിൽ നിന്ന് തന്നെ നല്ല ഒരു യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാലൻസും കൂടെ നമ്മുടെ ബാറ്റ് കുറച്ച് കട്ടി ആയതുകൊണ്ട് ബാലൻസും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു യെല്ലോ കളറായിട്ടുണ്ട്. ഈ ഒരു രീതി മതിയാവും. ഉണ്ടല്ലേ, നല്ലൊരു യെല്ലോ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ്. ഞാൻ അതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് ടിന്നിൽ നിന്ന് തന്നെ ഇളകി വരാൻ തന്നെ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡയുടെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. കാരണം ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൈദയുടെ കൂടെ തന്നെ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് പാലാണ് നമ്മൾ ഇതിൻ്റെ ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് പതഞ്ഞ് തരണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റുള്ള കേക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടാലും മതി. ഇപ്പം നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് വിട്ട് വരും. നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നമ്മൾ കേക്ക് നന്നായിട്ട് ഓയിൽ വെച്ചിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടിടണം. ടാപ്പ് ചെയ്യുന്നത് നമ്മുടെ ആ എയർ ബബിൾസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. അതെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വെച്ചിട്ട് എന്നും ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഓവനിലൊന്നുമല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബേക്കിംഗ് സെറ്റപ്പ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു പാന് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണം നമ്മളിതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറെ സ്റ്റാൻഡൊന്നും വെച്ച് കൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. വെക്കുമ്പോൾ കൈ പൊള്ളാതൊക്കെ സൂക്ഷിക്കണം. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. അതേപോലെ ഈ ഹോളൊന്ന് അടച്ചും കൊടുക്കണം. ഒരു പേപ്പർ വെച്ചിട്ടല്ലോ അടച്ചും കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പേപ്പർ ചുറ്റി വെച്ച് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ അതിനകത്തുള്ള ആ ഒരു ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു 3/4 മണിക്കൂർ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇത് ബേക്കായി കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും എടുത്തില്ല. ഒരു അരമണിക്കൂറേ നമ്മൾ ഈ കേക്കിന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുള്ളൂ. അരമണിക്കൂറും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓരോ ബാറ്ററിൻ്റെ കട്ടി അനുസരിച്ചും അതേപോലെ ഫ്ലെയിമിൻ്റെ ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടൈമിങ്. അപ്പം നിങ്ങളുടെ കേക്ക് ഈ ഒരു സമയം കൊണ്ട് ബേക്കായില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കുറച്ചുകൂടെ ഒന്ന് സമയം കൊടുത്താൽ മതി. നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലേഡിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കരുത്. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് അങ്ങ് ഹാർഡായി പോവും അടിഭാഗം. അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റാം, വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടായിട്ടുണ്ട്. അത് ഞാനൊരു 3 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിത് 3ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് എടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കാണിക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു സിറപ്പ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ മിൽക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത്, പാൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഒരു കപ്പ് പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. നന്നായിട്ട് മധുരം ഇട്ട് കൊടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ വിപ്പിംഗ് ക്രീമായിട്ട് എടുത്തിട്ടുള്ളത് ഡയറി ഫ്രീ വിപ്പിംഗ് ക്രീമാണ്, പ്രൈം വിപ്പാണ്. അപ്പം ഇത് നമ്മൾ ഈ ഒരു സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളെ കാണിക്കാവേ. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാധാരണ ഷുഗർ സിറപ്പ് ഒഴിച്ചാലും മതി. 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല എന്നുള്ളവർ. നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മുടെ ക്രീം വെറ്റ് ചെയ്യാനുള്ള ഒരു സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു ബൗളിലേക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇപ്പം ക്രീമിലേക്ക് ഒഴിക്കണമെന്നില്ല, നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിന് അത്യാവശ്യം മധുരമുണ്ട്. അതേപോലെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു സിറപ്പിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്രീമിലേക്ക് എക്സ്ട്രാ ആയിട്ട് മധുരമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ക്രീമിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളിപ്പം എടുത്തിട്ടുള്ള ബ്ലേഡും ബൗളും ഒന്നും വെള്ളമൊന്നും ഉണ്ടായിരിക്കരുത്. നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചാലും നല്ലതാണ്. അങ്ങനെ എടുക്കുന്ന ബ്ലേഡും അതേപോലെ ബൗളും ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിറപ്പ് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം അത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് ഈ ക്രീം ഒന്ന് വിപ്പ് ചെയ്യുന്ന ആ ഒരു ടൈം ഫ്രിഡ്ജിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം. ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് ക്രീമി ആയിട്ട് വരണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ക്രീമെല്ലാം പറ്റി നല്ലതായിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സിറപ്പ് ഇവിടെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെയർ വേണം ഏറ്റവും അടിഭാഗത്ത് സെറ്റ് ചെയ്യാൻ നേരം വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ഏറ്റവും അടിഭാഗത്തെ തെറ്റിപ്പോയി. അടിഭാഗത്തെ ലെയർ വേണം നമ്മൾ മുകളിൽ വെക്കാനായിട്ട്. മുകൾ ഭാഗത്തെ ലെയർ വേണം നമ്മൾ താഴെ വെക്കാനായിട്ട്. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കാം, ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം ക്രീം. ഫസ്റ്റ് ലെയർ ഇവിടെ നമ്മൾ നന്നായിട്ട് ക്രീമെല്ലാം വെച്ച് ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ലെയർ വെക്കുക, അതേപോലെ സിറപ്പ് ഒഴിക്കുക, ക്രീം വെക്കുക. അങ്ങനെ നമുക്ക് 3 ലെയറും റെഡിയാക്കി എടുക്കാം. നമ്മൾ ലാസ്റ്റ് ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് തന്നെ ആ ഒരു സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കി ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മളിതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ഫ്ലവർ വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർ നോസിൽ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അത്ര നന്നായിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യാണ്.
ഇടയ്ക്കൊരു കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്ലവറൊക്കെ വരയ്ക്കുന്നത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഒരു സൈഡ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ സൈഡ് ഒന്ന് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേക്ക്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ടിണ്ടിങ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റാ.